മാഷാണല്ലേ? ആരാ നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ഹാജിയാരല്ലേ? മറുപടി പെട്ടെന്നാവുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ അത്ര നല്ലവനല്ല. ഒന്ന് ചോദിച്ച് അടുത്തതിന് ഇതാ എന്റെ ശീലം. പറഞ്ഞോ, എന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാനല്ല, അങ്ങനെ ഒരു ക്ഷേത്രവും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. കള്ളം ഞാൻ കണ്ടതാ, ഇവൻ തന്നെ. ശങ്കരന് ആള് തെറ്റിയിട്ടില്ല. ഇവന്റെ മുഖം കണ്ടാൽ അറിയാം. ഇവനെ ഞാൻ ദയവായി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കൂ. എന്തായത്? എന്തിനാ അവനെ പിടിച്ചോണ്ട് വന്നത്? ന്യായാധിപനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വരണം വരണം. എന്നെ തോൽപ്പിക്കാൻ പടച്ചോനോട് തന്നെ പക വീട്ടണോ ഹാജിയാരെ? മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയ. വലിയ കുറുപ്പത്തെ ആചാരങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ആരായാലും അവന്റെ കയ്യും കാലും മുറിച്ചേ വിടൂ. മനസ്സിലായില്ലേ? കുറുപ്പത്ത് കുടുംബക്ഷേത്രത്തിൽ കയറി ആചാരങ്ങൾ തെറ്റിച്ചവനായവൻ. ഇത് പച്ചക്കള്ളമാണ്. കുറുപ്പേ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് തെറ്റിച്ചത് ആരായാലും അതിന്റെ ശിക്ഷയും നടപ്പിലാക്കാം. പക്ഷെ ഇന്നൊക്കെ ആള് തെറ്റി. ഇതെന്റെ സ്കൂളിലെ മാസ്റ്ററാണ് കുഞ്ഞാലിക്കുട്ടി. ഓരൊരു ഇസ്ലാമാണ്. ഒരു ഇസ്ലാമിന് ഇങ്ങനെ ക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയേണ്ടത്. കണ്ടവരുണ്ട് ക്ഷേത്രത്തിലെ കാര്യക്കാരൻ. ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ കുഞ്ഞുമകൾ, അവൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വീര, വിളിച്ചോണ്ട് വാളെ. കുഞ്ഞിങ്ങ് വന്നോട്ടെ, കാണാം. ഗൗരിക്കുട്ടി, ഇവൻ തന്നെയല്ലേ ക്ഷേത്രത്തിൽ കയറിയത്? കുട്ടി കണ്ടോ ഈ കുഞ്ഞാലിക്കുട്ടി നിങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? പറ, ഇവൻ തന്നെയല്ലേ? അല്ല, ഇയാളല്ല. കുഞ്ഞ് ശരിക്കും നോക്കിയേ, നാളികേരം ഉടച്ച് തിരിഞ്ഞോടി ഇയാൾ തന്നെയാ. എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല. എന്നോടുള്ള പക തീർക്കാനാണ് ഈ പുറപ്പാടെങ്കിൽ അത് പാവങ്ങളോട് വേണ്ട. വലിയവനാകാൻ മസിൽ വളർന്നാ പോരാ, മനസ്സ് വളരണം. കുഞ്ഞാലിക്കുട്ടി വാ. സത്യമായിട്ടും ഗൗരിക്കുഞ്ഞിന് ആള് തെറ്റിയതാ. നാളികേരം ഉടച്ചത് അവൻ തന്നെയാ. അയാളൊരു മുസ്ലിമായിട്ടോ എന്റെ ക്ഷേത്രത്തിൽ കയറിയത്? ഒരുപക്ഷേ എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല, 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 ഇയാളല്ല. ഗൗരിക്കുഞ്ഞേ, ഇത് ചതിയാണ്, കൊടുംചതി. കുറുപ്പത്ത് ഭഗവതിയുടെ പടച്ചോറ് നിന്നാണ് ഞാൻ വളർന്നത്. എന്നോടത് വേണ്ടായിരുന്നു. എന്താ കാര്യം? ക്ഷേത്രത്തിൽ കയറി നാളികേരം ഉടച്ചത് അവനാണെന്ന കാര്യം കുഞ്ഞിനറിയാവുന്ന കാര്യവും എനിക്കറിയാം. ആര് പറഞ്ഞു? കേട്ടില്ലേ ഹാജിയാര് പറഞ്ഞത്? അയാളൊരു ഇസ്ലാമാ. ആള് തെറ്റിയത് ശങ്കരനാ, എനിക്കല്ല. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞാ, അത് അവൻ തന്നെയാ. ശങ്കരൻ ഒരിക്കൽ കണ്ടാൽ ആളെ മറക്കൂല. കുഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ.
അവനെ കണ്ടാ തന്നെ ഒരു കള്ള ലക്ഷണമില്ലേ? കുഞ്ഞി എന്ന് ഏട്ടന്മാരോട് തുറന്നു പറ, അത് അവൻ തന്നെയാണെന്ന്. എനിക്ക് എന്റെ ജോലിയും കിട്ടും, അവന് എന്റെ കൂലിയും കിട്ടും. ആഹാ, വേറൊന്നും വേണ്ടേ? വെറുതെ ഒരു പാവത്തിനെ തല്ലിക്കൊല്ലുന്നത് കാണോ തനിക്ക്? ആഹാ, അപ്പൊ എന്നെ തല്ലിക്കൊള്ളുന്നത് കാണാമല്ലേ? ആചാരെ പേടിച്ച് അങ്ങോട്ടും തിരിയാൻ വയ്യ, നാട്ടുകാരെ പേടിച്ച് ഇങ്ങോട്ടും തിരിയാൻ വയ്യ. ഗൗരി കുഞ്ഞെ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ശങ്കരനാ പറയുന്നത്. കളരി പരമ്പര ദൈവങ്ങളാണ്, കുറുപ്പത്ത് ഭഗവതിയാണ്, പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. ഇത് സത്യം സത്യം സത്യം. അസ്സലാമു അലൈക്കും. കേക്കോ ഇത്രയൊന്നും പോരെ കണ്ണേട്ടോ? കേക്ക് കൊടുക്ക. കേക്കോ? സുകുമാരൻ, എന്റെ മോൻ. പട്ടാളക്കാരൻ സുകുമാരൻ. അത് തിളച്ച ചായ. ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് കത്തെഴുതാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, ഞാൻ എടുക്കാം. അച്ഛാ ചലോ. അരേ ബായ് അലിയാർമാൻ, തും കൈസേ ഹോ? സോറി പുട്ട്, അല്ല പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നാട്ടിൽ വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും? അതിർത്തിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും. അല്ല, ഈ റെയിൽവേ പോർട്ടർമാരുടെ പിടിച്ചുപറി ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ വെച്ചു. അതെ അതെ. അച്ഛാ, ക്യാ സമാചാർ ഗാവ് മേ? യേ കോൻ ഹേ? കുഞ്ഞാലിക്കുട്ടി, സ്കൂളിലെ പുതിയ മലയാളം മാഷ. അച്ഛാ, സോറി പുട്ട്. അച്ഛാ, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ പോന്നുള്ളായിരിക്കും അല്ലേ? യാ യാ. കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും സുകുമാരനൊക്കെ തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. അച്ഛാ, എവിടെ എന്റെ പ്രതിശ്രുത വധുവിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ, കാണട്ടെ. അതിപ്പോ എന്ത് കാണാതിരിക്കുന്നു? ഭാർഗിയുടെ മോളെ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളത് പണ്ടല്ലേ. ഹവിൽദാർ സുകുമാരൻ നായരുടെ ഭാര്യ ആവാനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ? ചലോ ചലോ, എടുക്കൂ എടുക്കൂ. എന്റെ കാലുവാ. സോറി. എന്നടാ, ശരിക്കും നോക്കിക്കോ, കൊച്ചിനെ കണ്ട വെണ്ണല്ല ഇപ്പൊ. നല്ല അസ്ഥല വണ്ടി. ഹജ്ജാവോ? അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഈ ആവേശം അത്ര നല്ലതല്ല. ബസ് ബസ് വെച്ചോ, വെക്കുള്ളൂ വെക്കുള്ളൂ. ഇടി വെക്കണോ ഇവനെയൊക്കെ? നല്ല സ്വയം മാഷേ, കുട്ടി ആരാ? എന്ത് വേണം? മാഷക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല. ശരിക്കൊന്ന് നോക്കിയേ, മനസ്സിലാകും. ആദ്യം കാണുന്ന ഒരാളെ എങ്ങനെ മനസ്സിലാകാനാ? ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. കൊള്ളാം, അസലായിട്ടുണ്ട് അഭിനയം. പച്ച പാവാണെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, പെരും കള്ളനാ. കള്ളനോ? ഞാനൊരു അധ്യാപകനാണ്. കുഞ്ഞാലിക്കുട്ടി, കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? ക്ഷേത്രത്തിലോ? ഏത് ക്ഷേത്രത്തിൽ? കുട്ടിക്ക് ആള് തെറ്റിയതാ? അല്ല, മാഷ് തന്നെയാ. ഞാൻ കണ്ടതാ, കാര്യക്കാരനോട് കയർക്കുന്നതും നാളികേരം ഉടച്ചിട്ട് ഓടുന്നതും. കുട്ടിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാനൊരു ഇസ്ലാമാ കുഞ്ഞാലിക്കുട്ടി. അതാ എനിക്കും അറിയേണ്ടത്. ഇസ്ലാമായ മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയതെന്ന്. ഇത് വലിയ കഷ്ടമായിട്ട്. പരമ്പരാഗതമായ ആചാരം തെറ്റിച്ചതിന് ആൽമരത്തെ കെട്ടി 101 അടിയാ ദേവപ്രശ്നത്തിൽ കണ്ടത്. എന്റെ അമ്മേ. അമ്മയോ? ഉമ്മയെന്നല്ലേ നിങ്ങളൊക്കെ വിളിക്കുന്നത്?
ഞാൻ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് വിളിച്ചത്. അത് ഉമ്മയല്ലല്ലോ, അമ്മയല്ലേ? ആ അമ്മ. അപ്പോ മാഷക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ ഇഷ്ടമാണല്ലേ? ഒരപരിചിതയുടെ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ? ദേ വേഗം ഇവിടുന്ന് നാട് വിട്ടോ, അതാ നല്ലത്. സ്കൂൾ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചതാണ്. നിർഭാഗ്യവശാൽ നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. നാം അതിൽ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാര്യക്ഷമതയില്ലാതെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അലിയാർ മാഷ്ക്ക് ഇതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനരഹിതമായത് ഡ്രിൽ മാഷ എന്റെ കുഴപ്പം കൊണ്ടല്ല. എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വെച്ച് ബാൻഡ് പഠിപ്പിക്കുമ്പോ ഇവിടെ മാത്രം രാവണന്റെ കാലത്തുള്ള ഒരു പെരുമ്പറ മുഴക്കിയാണ് കുട്ടികളെ ബാൻഡ് പരിശീലിപ്പിക്കുന്നത്. ആദ്യം ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ. അല്ലാതെ എല്ലാ കുറ്റങ്ങളിലും ഡ്രിൽ മാസ്റ്റർ തലയെ കെട്ടിവെച്ചിട്ട് ഒഴിഞ്ഞു മാറുകയല്ലേ വേണ്ടത്. ഈ ജാതി പരിപാടി രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചാൽ മതി കേട്ടോ മുകുന്ദം മാഷേ. അലിയാർ മാഷ് ചൂടാവണ്ട. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം. അയ്യയ്യേ, ബഹുവിധ വർണ്ണങ്ങളോടുകൂടിയ കുഞ്ഞു മനസ്സുകളിവിടെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തട്ടിക്കളിക്കുന്നുണ്ടിട്ട് മാഷിക്ക് സൈക്കിളിലല്ലേ? കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കലാപരമായ വാസനയുള്ള നിരവധി കുട്ടികൾ നമുക്കുണ്ട്. അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം. അതുകൊണ്ട് അതിന്റെ ചുമതല ഞാൻ കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കുന്നു. ഇല്ല, ഈ നിർദ്ദേശം ശുദ്ധ അസംബന്ധമാണ്. ഇതിനാരും പിന്താങ്ങുന്നില്ല. നാളെ ഇതുവരെ ഈ സ്കൂളിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ ഗതികേടോർത്താണ് ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത്. മാഷെ, ഇത് കടുത്ത അനീതിയാണ്. ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കായിക കലാകാരന്റെ കലാഹൃദയത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയാണിത്. ഈ മീറ്റിംഗ് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഞങ്ങളെന്ന് വെച്ചാ ജമീല ടീച്ചറെ വരൂ. ഞാൻ വരുന്നില്ല. യമുന ടീച്ചറെ വരൂ. ഞാനുമില്ല. അല്ല വേണ്ട, കരിങ്കാലികളാണ് ഹാജിയാര്. എന്താ ഇവിടെ ഒരു ബഹളം? പുതിയ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണേ. എന്താണ് നടപ്പിലാക്കിയത്? ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അംഗീകരിച്ചു, പാസാക്കി. പക്ഷെ അതിനെ എതിർക്കാനും ചിലരുണ്ടേ. കഴിവും ആത്മാർത്ഥയും വെച്ച് നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി മാഷ് തന്നെയാണല്ലോ അതിനർഹൻ. ആ, അത് തന്നെയാ നമ്മുടെ അഭിപ്രായം. കൺഗ്രാചുലേഷൻസ്, എനിക്ക് സന്തോഷമായി. ആഹാ വന്നല്ലോ. അലിയാർ മാഷിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങളിവിടെ. എന്നെ പറ്റി പറയുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഞാൻ എന്താ സർക്കസ് പെർഫോണോ? ദേ മാഷെ, ഞാൻ തന്നെ താൻ പുകഴ്ത്തി പറയുന്നത് മഹാവൃത്തികെട്ട സ്വഭാവമാണ്. പ്യൂണേ, എന്താ മാഷെ? ബാപ്പായെ കയറി ബാപ്പുട്ടിക്കാന്ന് വിളിക്കരുത്. കേവലം ഒരു പിയൂണിന്റെ വളിച്ച തമാശ കേട്ട് ചിരിക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച. ചിരിക്കണ്ട, എല്ലാവരും കണ്ടോ? ഡൽഹിയിലെ ഭാരതോത്സവത്തെ പോലും വെല്ലുന്ന പ്രകടനങ്ങൾ അടുത്ത യുവജനോത്സവത്തിന് എന്റെ കുട്ടികൾ കാഴ്ചവെക്കും. അത് വാർത്താ മാധ്യമങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും. അലിയാർ എന്ന ദ്രോണാചാര്യർ. അതുവരെ ഈ ആചാര്യന് ഉറക്കമില്ല. 1 2 3 4. ജോലിയെ സമ്മതിക്കില്ല. തമാശ, ഈ ശബ്ദം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ശാകുന്തളോ നളകരുതോ അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന ബാൻഡാ. ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. എന്റെ ഡിപ്പാർട്ട്മെന്റ് ചലനമറ്റ് കിടക്കുകയാണെന്നാണല്ലോ പരാതി. പരാതി മാറട്ടെ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്. എനിക്കുണ്ട് പറയാൻ. ചക്രം മുടക്കി ഹാജിയാര് മുറികൾ കെട്ടിയിട്ടിരിക്കുന്നതേ പിള്ളേരെ പഠിപ്പിക്കാനാ. അല്ലാതെ പിള്ളേരെ മരത്തിന്റെ മൂട്ടിക്കൊണ്ടു വെച്ചാൽ പഠിപ്പിക്കേണ്ടത്. ഇയാടെ ഓരോ പരിഷ്കാരങ്ങൾ. ഇതെന്തുവാ, ശാന്തിനികേതനോ? കുട്ടികളുടെ തലേ കാക്ക തൂറി അതിന് ഉത്തരം മാഷ് പറയേണ്ടി വരും. മാഷെ, ഞാൻ വീണ്ടും പറയുകയാണ്, ആചാരം അറിയിച്ചാൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാവും. കമാൻ പ്ലേ. മാഷേ, അല്ലോ പേപ്പട്ടി. പി.ടി. മാഷേ, ഇത് ഞാനാ. ഉണക്കച്ചുള്ളിയാണെങ്കിലും നല്ല ബലമാണല്ലോടോ. എന്തുവാടോ? കുഞ്ഞാലിക്കുട്ടി മാഷോടല്ലേ മാഷ് താമസിക്കുന്നത്? അലിയാര് മാഷ കൂടെയാണ് കുഞ്ഞാലിക്കുട്ടി മാഷ് താമസിക്കുന്നത്. മാഷെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ആ. എനിക്ക് ആള് തെറ്റിയിട്ടില്ല. അവൻ തന്നെയാ നാളികേരം ഉടച്ചത്. ആ പെങ്കൊച്ചിനെ ആള് തെറ്റിയത്. എടോ കുറുപ്പന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരേത് എനിക്ക്. ഇനി ആ ഹാജിയരുടെ കയ്യിൽ നിന്ന് കൂടി കിട്ടണമായിരിക്കും. അതും കൂടി താങ്ങാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനില്ല. എന്റെ പൊന്നു മാഷെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഓക്രിത്തരം പറഞ്ഞു. ഒരു ഇസ്ലാം എന്തിനാണോ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറുന്നത്? എന്തിനാണോ കയറുന്നത്? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശ്രീകോവിന് മുമ്പിൽ നിന്നവൻ സ്വത്രം ചെല്ലുന്നത് ഇങ്ങനെ സസ്തികസ്തം വിരൂപാശം ആണല്ലോ. നേരെ ചൊവ്വേ ഖുറാൻ വായിക്കാൻ അറിയില്ലവന്. പിന്നെ ആ ഭഗവതി സ്തോത്രം ചൊല്ലുന്നു. ഇപ്പൊ പറഞ്ഞത് സത്യം. ഖുറാൻ വായിക്കാൻ അറിയില്ല മാഷെ. അവൻ ഇസ്ലാമേ അല്ല. അതെ മാഷെ, എനിക്ക് ബലമായ സംശയമുണ്ട്. ഓടോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.